ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇന്ന് നമ്മളുടെ അരിപ്പുട്ടും നല്ല നമ്മുടെ സേമിയയും ചവ്വരിയുമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പാൽ പായസമാണ് കേട്ടോ. പിന്നെ കൂടെ പപ്പടവും. അപ്പോൾ എന്താ നമ്മുടെ നാടൻ അരിയാണ് കേട്ടോ ഇത്. അത് കുഴച്ച് പുട്ടിന് കുഴക്കുവാണ്. പിന്നെ നമ്മൾ തേങ്ങയൊക്കെ വെച്ചു. എന്നിട്ട് നമ്മുടെ ചിരട്ട പുട്ടിൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ ആവി കയറ്റാൻ വേണ്ടി വെക്കുവാണ് കേട്ടോ. കുക്കറിലേക്ക് വെച്ചു. അപ്പോൾ അത് ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഞാനൊരു 3 പാക്കറ്റ് പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൽപ്പായസം സേമിയ പായസമൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണല്ലോ. സേമിയ വറുത്തു, നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ പാൽ തിളച്ച് വന്നപ്പോഴേക്കും നമ്മുടെ സേമിയ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചവ്വരി നമ്മൾ ഒരു അരമണിക്കൂറോളം കുതിർത്തിയത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. പിന്നെ ഇതെല്ലാം ഒരു ഏകദേശം ഒരു 3/4 വേവാകുമ്പോൾ മാത്രമേ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വേഗത്തില്ല, കുറേ താമസം കൊടുക്കും, കല്ല് പോലെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ കുറച്ച് ഒരു 3/4 വേവാവണ സമയത്ത് നമ്മുടെ പഞ്ചസാര, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ കശുവണ്ടി പരിപ്പും കിസ്മിസും ഒന്നും ഇവിടെ ശങ്കറിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പായസത്തിൽ അതൊന്നും ചേർക്കാറില്ല കേട്ടോ. അതുകൂടാതെ തന്നെ ഏലക്കാപ്പൊടിയൊന്നും അവന് അത്ര ഇഷ്ടമല്ല, ഏലക്കയുടെ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പ്ലെയിനായിട്ടൊരു സേമിയ പായസം അങ്ങോട്ട് ഉണ്ടാക്കി. അങ്ങനെ അതിൽ ചൂട് പുട്ടും പിന്നെ പപ്പടവും കാച്ചി. അപ്പോൾ ഇതാണ് കേട്ടോ, നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഞങ്ങൾക്ക്. പിന്നെ ഇവിടെ എപ്പോഴും അരിപ്പുട്ടിൻ്റെ കൂടെ ഇതുപോലത്തെ കോമ്പിനേഷൻസ് ഇത് കൂടുതൽ ഏട്ടനാണ് കേട്ടോ ഇഷ്ടം. അതായത് ഞാൻ ലഡു ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ഏട്ടൻ ആ പുട്ടുണ്ടെങ്കിൽ പുട്ടിൻ്റെ കൂടെ ലഡു കുഴച്ച് കഴിക്കും. അലുവ ബേക്കറിയിൽ നിന്ന് മേടിച്ചൊക്കെ വെക്കുന്ന സമയമാണെങ്കിൽ അലുവ കൂട്ടി കഴിക്കും. പിന്നെ നമ്മുടെ പപ്പടത്തിൻ്റെ കൂടെ പഞ്ചസാര പൊടിച്ച് കഴിക്കും. പിന്നെ കടലക്കറി ഉണ്ടെങ്കിൽ കടലക്കറിയുടെ കൂടെയിട്ട് നമ്മൾ പപ്പടവും പഞ്ചസാരയും നേരിയതായിട്ടിട്ടിട്ട് അങ്ങനെ കഴിക്കും. അങ്ങനെ വളരെ വ്യത്യസ്തമായ കോമ്പിനേഷൻസ് ട്രൈ ചെയ്യുന്ന ആൾ ഏട്ടനാണ് കേട്ടോ. അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. സത്യം പറഞ്ഞാൽ ഏട്ടന് ഭയങ്കര ഇഷ്ടമായി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. കാരണം പായസം, അതും ഞാൻ വെള്ളം ചേർക്കാതെയാണ് കേട്ടോ പാലിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഭയങ്കര അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.